മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വി ഡി സതീശനെതിരെ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി അഹങ്കാരം ഉപേക്ഷിക്കണമെന്നും പാർട്ടിക്ക് വിധേയമാകണമെന്നുമാണ് മഹിളാ കോൺഗ്രസ് പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് നേതൃത്വത്തെ മുഖ്യമന്ത്രി അപമാനിച്ചതായും പ്രമേയത്തിൽ പറയുന്നു. എന്തായാലും മഹിളാ കോൺഗ്രസിനുള്ളിൽ നിന്നുമാണ് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഒരു വിമത ശബ്ദം ഉയർന്നിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നത് മുഖ്യമന്ത്രി മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തെ അപമാനിച്ചു, ഒപ്പം തന്നെ മുഖ്യമന്ത്രി അഹങ്കാരം കുറയ്ക്കണം, വി ഡി സതീശൻ അഹങ്കാരം കുറയ്ക്കണമെന്ന ആവശ്യവുമാണ് പ്രമേയത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആക്ഷേപമാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസിനുള്ളിൽ ഇങ്ങനെ ഒരു വിമത ശബ്ദം ഉയർന്നിരിക്കുന്നത്. അധികാരത്തിലേറി 2 മാസമാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ കൂടെ നിൽക്കേണ്ടവരെ പോലും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അതൃപ്തി വളർത്തിയെടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ എന്ന കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി പാർട്ടിക്ക് വിധേയമാകണമെന്നാണ് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ആവശ്യം മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ വ്യക്തമാകുന്നത് പാർട്ടിക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾക്കൊപ്പമല്ല വി ഡി സതീശൻ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പാർട്ടിക്കുള്ളിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അഹങ്കാരം, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പാർട്ടിയോട് ആലോചിക്കുക പോലും ചെയ്യാതെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അതൊക്കെ ആവാം മഹിളാ കോൺഗ്രസിനെ ഇങ്ങനൊരു പ്രമേയം അവതരിപ്പിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഇപ്പോൾ നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നൃപൻ, ഇപ്പോൾ ഇതാ മഹിളാ കോൺഗ്രസ് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അഹങ്കാരം കുറയ്ക്കണം എന്നാണ് അവരുടെ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ. ദിവസം ചേർന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃയോഗത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ ഉന്നയിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഒരു പ്രമേയവും മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പാസാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അഹങ്കാരം പൂർണ്ണമായി ഉപേക്ഷിക്കണം, മുഖ്യമന്ത്രി പാർട്ടിക്ക് വിധേയമായി പോകണം. മാത്രമല്ല, ഈ കാര്യങ്ങളിൽ പാർട്ടി പ്രവർത്തകരോട് മുഖ്യമന്ത്രിയുടെ മനോഭാവം ശരിയായ രീതിയിൽ പെരുമാറുന്നില്ല. മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ ഭാരവാഹി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗായത്രിയെ മുഖ്യമന്ത്രി പരസ്യമായി അപമാനിച്ചു എന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജെബി മേത്തറുടെ ഒരു നിവേദനം ഗായത്രി ജില്ലാ പ്രസിഡന്റ് വി ഡി സതീശന് മുഖ്യമന്ത്രിക്ക് നേരിൽ കണ്ട് സമർപ്പിച്ചു. അത് മഹിളാ കോൺഗ്രസിന്റെ സർക്കാർ നടപ്പിലാക്കേണ്ട വിവിധ പരിപാടികളെ സംബന്ധിച്ച് മഹിളാ കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങളാണ് ആ നിവേദനത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ നിവേദനം വാങ്ങി അത് പരിഗണിക്കാതെ ഈ ഗായത്രിയോട് വളരെ മോശമായി പെരുമാറി എന്നതാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വിമർശനം. അത് പരസ്യമായി നേതാക്കൾ ഉന്നയിക്കുന്നില്ല എങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നേതാക്കൾ തന്നെ അനൌദ്യോഗികമായി പറയുന്നുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് ഭരിക്കാനല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന മറുപടിയാണ് ഗായത്രിയോട് മുഖ്യമന്ത്രി നൽകിയത് എന്നതാണ്. അവിടെ മറ്റ് ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പരുഷമായ പെരുമാറ്റം. ഇത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തെയാകെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന വലിയ തരത്തിലുള്ള രോഷമാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിക്കുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് വനിതകളുടെയും മകളുടെയും ആവശ്യം ഉന്നയിക്കാനുള്ള അവകാശം സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ജനങ്ങളുടെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ നിവേദനത്തിലെ ഉള്ളടക്കം പോലും വായിച്ചു നോക്കാതെ വളരെ മോശമായി പരസ്യമായി അവഹേളിക്കുന്ന അപമാനിക്കുന്ന സമീപനം ഗായത്രിക്കുണ്ടായി. ഇത് പരാതിയായി സംസ്ഥാന ലീഡർഷിപ്പിനെ ഗായത്രി ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു. ഇതിൽ നടപടി ഉണ്ടായില്ല എന്നതാണ്. നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ മുന്നോട്ട് മുഖ്യമന്ത്രി പോകരുത് എന്ന വികാരമാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന യോഗത്തിൽ ഉണ്ടായത്. മാത്രമല്ല, ഈ പാസാക്കിയ പ്രമേയം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് അയച്ചു കൊടുക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ മുഖ്യമന്ത്രി എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്ന് ഓർക്കണം. തങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി വോട്ട് പിടിച്ചാണ് സർക്കാരിന് അധികാരത്തിൽ എത്തിച്ചത്. തങ്ങൾ പോലീസിന്റെ ജലപീരങ്കിയേറ്റ് സർക്കാരിനെതിരെ സമരം ചെയ്തു, തെരുവിൽ കടന്ന് പോലീസിന്റെ മർദ്ദനമേറ്റു. ഇതിന്റെ എല്ലാം തങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് ഈ സർക്കാർ. അത് മനസ്സിലാക്കിയല്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ മഹിളാ കോൺഗ്രസിനോട് ഇടപെട്ടതെന്നും പെരുമാറിയതും എന്നതാണ്. അത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. സിന്ധുവിൽ.
നിർഭൻ സമാനമായ ഒരു സമീപനമായിരുന്നല്ലോ വി ഡി സതീശൻ KSUവിനോടും എടുത്തത്. ഇപ്പോൾ KSUവിനോട് അന്ന് എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയല്ലേ മഹിളാ കോൺഗ്രസിനോടും വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനകളെ ഒന്നും വകവയ്ക്കാതെ പോകുന്ന ഒരു യാത്രയല്ലേ വി ഡി സതീശൻ ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നത്? ഇത് മഹിളാ കോൺഗ്രസിനകത്തുണ്ടായ ആഭ്യന്തരമായ വിമർശനമാണ്. നേരത്തെ സിന്ധൂരി ചൂണ്ടിക്കാട്ടിയത് KSUവിന്റെ സംസ്ഥാന ഭാരവാഹികൾക്കും സമാനമായ വിമർശനം ഉണ്ടായിരുന്നു. അത് പ്ലീഡറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യർ തന്നെ പരസ്യമായി രംഗത്തെത്തി. ഈ കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ച KSUവിനെ അപമാനിക്കുന്ന സമീപനം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരു വേദിയിൽ വെച്ച് കണ്ടിട്ട് പോലും അദ്ദേഹം മുഖം കൊടുക്കാതെ പിരിഞ്ഞുപോയി. ഇത് വലിയ തരത്തിൽ KSUവിൽ രോഷമുണ്ടാക്കി. മാത്രമല്ല മുതിർന്ന മുൻ KPCC അധ്യക്ഷൻ VS സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തി. KC വിഭാഗം നേതാക്കൾ ഇക്കാര്യത്തിൽ വി ഡി സതീശനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത്. കോൺഗ്രസിന്റെ പ്രധാന പോഷക സംഘടനയായിട്ടുള്ള KSUവിന് പിന്നാലെ ഇപ്പോൾ മഹിളാ കോൺഗ്രസും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തുകയാണ്. അവരുടെ ആഭ്യന്തര യോഗത്തിലാണ് വിമർശനം ഉണ്ടായതെങ്കിലും ആ യോഗത്തിൽ വിമർശനം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗായത്രിയെ മുഖ്യമന്ത്രി അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിമർശനമാണ്. ഇത് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതിയെ നൽകി തുടർന്നാണ് പ്രമേയം പാസാക്കിയത്. പ്രമേയത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിന്റെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പങ്കുവെക്കുന്നത്. സിന്ധൂരി ശരി, വ്യക്തമാണ്. നിർഭൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും മഹിളാ കോൺഗ്രസിനുള്ളിലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ആക്ഷേപം ഉയർന്നു വരുന്ന സാഹചര്യമാണ്. നിർഭൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.